ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മലേഷ്യ തായ്ലൻഡ് ട്രിപ്പ്. അതിപ്പോൾ സാധിക്കാൻ പോവാന്ന് പറയുമ്പോൾ കുളിര് കയറുന്നു. ഞാൻ ഏതായാലും ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്താൽ വന്നത്. ഞാനും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിച്ച് ബാഗ് എടുത്തായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. എന്തിനാടാ കുളിക്കുന്നത്? അവിടെ എത്തിയാൽ നമ്മളെ മസാജ് ചെയ്യാനും കുളിപ്പിക്കാനൊക്കെ ഒരുപാട് തരടിമടികളില്ലേ? നിനക്കെന്താടാ ഓഞ്ഞ കൊലച്ചിരി? അല്ല, ഞാൻ ആദ്യമൊക്കെ കാര്യാലോചിച്ച് ചിരിച്ചു പോകാൻ പോലെ. ഞങ്ങളുടെ എന്ത് കാര്യമാവും? ഇടങ്ങളൊക്കെ ആ വിബീൻ്റെ വർത്താനം കേട്ടിട്ട് ഇവിടുന്നേ ഇറങ്ങി പുറപ്പെട്ടോളി. ഓൻ പണ്ട് ഗോവയ്ക്ക് ടൂർ കൊണ്ടായത് ഓർമ്മയില്ലേ? പകുതി വയ്ക്കുന്ന ഇറങ്ങി പോരേണ്ടി വന്നേ അതേമാതിരിയാവും. ഇതൊന്നും നടക്കൂലടാ. ഞാൻ നെഗറ്റീവ്. നടന്ന തന്നെ. അപ്പം നീയും കൊടുത്തല്ലോ കഴിഞ്ഞ ആഴ്ച പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോ ഒക്കെ. അതിനിപ്പോൾ അഥവാ ഈ ബിരിയാണി കൊടുത്താലോ വിചാരിച്ചു കൊടുത്താ? എടാ നേരത്തെ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ ട്രാവൽസിൽ ടിക്കറ്റിന് വേണ്ടി നിൽക്കുകയെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കുറേ കേട്ടതാണ്. അപ്പോൾ നീ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല? എന്തിന്? നടക്കാത്ത ടൂറിന് വെറുതെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിങ്ങനെ കുത്തിരിക്കുക. ഭ്രാന്തങ്ങൾക്കൊക്കെ. എടാ ഇത് അവൻ എന്നും പറയുന്ന പോലല്ല. അവൻ്റെ കല്യാണം ശരിയായതിൻ്റെ ട്രീറ്റ് അവൻ നമുക്ക് തരുന്നതാ. അങ്ങനെ ഒന്നായിരിക്കും വെറുതെ. ആ ബിബി വരുന്നുണ്ടല്ലോ. ആ അവനാണല്ലോ. ഇപ്പോൾ നോക്കിക്കോ, ടിക്കറ്റ് റെഡി ആയില്ല എന്നോ കാര്യങ്ങളൊന്നും നടന്ന് എന്തെങ്കിലും ഉടായ്പ പറയപ്പോയെ. അച്ഛന്മാരെ അല്ല, നിങ്ങൾ ആരും റെഡി ആയില്ല. മുണ്ടെടുത്തിക്കുക. കറക്റ്റ് 7 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ ഇറങ്ങിയാലേ അവിടെ എത്തുള്ളൂ. എല്ലാവരും ടിക്കറ്റ് ഓക്കെയാ? അല്ല, അപ്പോൾ ശരിക്കും ബിരിയാണി കൊടുത്തോ? ബിരിയാണിയോ? ഈ ബിരിയാണി അടി പിടിക്കും മുമ്പേ പോയി ഡ്രസ്സ് എടുത്തിറങ്ങാൻ നോക്ക്. അപ്പോൾ നീ ഇതൊരു ഡ്രസ്സൊന്നും പാക്ക് ചെയ്തില്ലേ? ആര് പറഞ്ഞു? ഞാൻ ഇപ്പം റെഡിയാവും. ഒറ്റ മിനിറ്റ്, ഞാൻ പോരാ. ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ. ആ എടി, എന്താ സന്ദീപേട്ടാ? പിന്നെ എൻ്റെ ഒരു 5-6 ഷർട്ടും പാൻറ്റും ഒരു 4 ഷഡ്ഡിയും പിന്നെ എൻ്റെ ബ്രഷൊക്കെ ഇല്ലേ, സോപ്പ് ആക്കെടുത്ത് വെച്ചോ. ആ എനിക്കൊരു അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട്. ആ ഞാൻ പണ്ട് വരാം, വേഗം കേട്ടോ. ആ നേരമില്ല. ശരി ശരി. ആ ധന്യ, ധന്യ, വായിലോർക്ക്. ഇവിടെ പോയി കിടക്കുക. ധന്യ, വായിലോർക്ക്. പോയി വിള്. ധന്യ, തുറക്കണോ? നോക്ക്, വായിലോർക്കണോ? ഞാൻ തുറക്കല്ലേ? എവിടെ പോയി കിടക്കേനി? ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ചവിട്ടി ഞാൻ പൊളിക്കും. ആ എന്താണ് എന്താണ് നോക്ക്, കഴിക്കണേ. നോക്ക്, വാല് തുറക്ക്. ഞങ്ങൾ ബിബിയൊക്കെ ഇല്ലേ നമ്മളെ, ഞങ്ങളൊരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാ. നോക്ക്, ഫ്ലൈറ്റ് ഇപ്പൊ മിസ്സായി പോയി. ഞങ്ങൾ നോക്ക്, തുറക്ക്. പറയട്ടെ, ഞാൻ പറയാം. ഈ സാധനങ്ങളൊക്കെ എടുക്കണം. നോക്ക്. അതെ, എന്തോന്നും പറഞ്ഞില്ലായിരുന്നോ? എന്താ ചവിട്ടി പൊളിക്കുന്നോ അങ്ങനെ എന്തോ? എന്നാ പിന്നെ അത് നടക്കട്ടെ. അതിപ്പോ കാര്യാക്കല്ല. ഇതൊന്ന് തുറന്നുണ്ടോ പ്ലീസ്? ഇല്ല, നോക്കാരുടെ കാല് ഞാൻ പിടിക്കുക. അതൊക്കെ വേണ്ട. ഞാൻ മാത്രം പോകണ്ട, ഇവിടെ ഒറ്റ കുറുക്കന്നെ മാതിരി കുത്തിരിക്കേണ്ടി വരും. ആ നന്നായി പോയി. പ്ലീസ് ഒന്ന് തുറക്കോ? ഡയറി മിൽക്ക് വാങ്ങി തരാ. വേണ്ട. മഞ്ച് വേണ്ട. സിനിമയ്ക്ക് ഉണ്ടാവാ. വേണ്ട. ഒന്ന് തുറക്കടോ. ഒരു ചുരിദാർ വാങ്ങി തരുമോ? ഫില്ലറോ? ഒരു ചുരിദാർ വാങ്ങി തരുമോന്ന്? ആ ചുരിദാർ വാങ്ങി തരാ. എന്നാ തുറക്ക. ഒന്ന് തുറക്കോ? തുറക്കാണ്. തീരെ സമയമില്ല വർത്താനം പറയേ. അപ്പൊ ശരിയേ, വർത്താനം പറഞ്ഞ നേരില്ല. സന്ദീപേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ ടൂർ പോകുന്നത്? ഞാനടി മറ്റേ ഇവിടെ പട്ടാമ്പി ഇല്ലേ, പട്ടാമ്പിക്ക്. പട്ടാമ്പിയോ? ആ പട്ടാമ്പിക്ക് ഫ്ലൈറ്റ്? പട്ടാമ്പിക്ക് ഫ്ലൈറ്റ് അല്ല,
പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണം. വേണ്ട, വേണ്ട, ഉരുണ്ട് കളിക്കുന്നുണ്ട്. അയ്യോ, ഇത് പട്ടായ, പട്ടായ. പട്ടായല്ല, പട്ടാമ്പി. എന്നെ കൊണ്ടുപോകണം, എന്നെ കൊണ്ടുപോകണം. എടി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. എന്ന്? 4 ദിവസം കൊണ്ട് വരും. അയ്യോ, 4 ദിവസം. ഇല്ല, ഭർത്താവ് നടക്കാവുന്നേ. ചുരിദാർ കൊണ്ടുവരാ, ചുരിദാർ കൊണ്ടുവരാ. വേണ്ട, എന്നെ കൊണ്ടുപോ. സന്ദീപേട്ടാ, നിക്കവിടെ. എന്നെ പറ്റിച്ചല്ലേ. പട്ടായ പോയി അടിച്ചു പൊളിക്കൊക്കെ ഉള്ള